Hi everyone, welcome back. So ഇന്ന് നമ്മളെ റീസണിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. സോ നമുക്കിവിടെ 4 ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ, എ ബി സി ആൻഡ് ഡി 4 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നുള്ളത് കണ്ടുപിടിച്ച് എടുത്തെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണുന്ന സമയത്ത് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ എംബഡഡ് ചെയ്തിട്ടാണ് ഫിഗർ അല്ലേ. സോ അതിൻ്റെ മിറർ ഇമേജ് ആണ്. ഇവിടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. സോ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. സോ ആ ട്രയാങ്കിളിന്റെ ഇൻവേഴ്സ് മിറർ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫസ്റ്റ് ഇമേജിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു ഫിഗറിന്റെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് ആണ് ഇവിടെയുള്ള രണ്ടാമത്തെ ഒബ്ജക്റ്റിന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഓപ്ഷൻ സി. ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബി നോക്കുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് വിത്ത് ദിസ് ആരോ ആൻഡ് ഡോട്ട് വിത്ത് എ സർക്കിൾ. ഓക്കെ, അതിന്റെ മിറർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വരണം, ആക്ച്വലി ഇങ്ങനെ വരണം അല്ലേ. സോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടോ, ഇല്ല അല്ലേ. ഇത് ഇൻവേഴ്സ്ഡ് മിറർ ഇമേജ് ആണ്. ഇവിടെയാണ് ഡോട്ട്, അതിന്റെ ഡോട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് മിറർ ഇമേജ്, ഇത് ഇൻവേർട്ടഡ് മിറർ ഇമേജ് ആണ്. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും തമ്മിൽ ഒരു ക്ലാഷ് വരുന്നുണ്ട് അല്ലേ. സോ ഓപ്ഷൻ സിയിലോട്ട് പോവാം. ഓപ്ഷൻ സി നോക്കുന്ന സമയത്ത് വി ക്യാൻ ഫൈൻഡ് ആൻ ഒബ്ജക്റ്റ് ഹിയർ. അതിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെ വരണം, റൈറ്റ്. സോ ദിസ് ഇസ് കറക്റ്റ്. ഓപ്ഷൻ ഡി, we have an object here, sorry, we have an object here. So ഇതിന്റെ മിറർ ഇമേജ് പറഞ്ഞാൽ എങ്ങനെ വരണം, അങ്ങനെ വരണം അല്ലേ. സോ ഓപ്ഷൻ എ സി ഡി follows the mirror image pattern, whereas option B is inversed or reversed mirror image. ഓക്കെ, സോ ഇവിടെ ഓഡ് വൺ ഏതാണ്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഫിഗർ ആണ് നമുക്ക് ഇവിടെ ഓഡ് വൺ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ. സോ എല്ലാ ഓപ്ഷൻ എ സി ആൻഡ് ഡി ഫോളോസ് മിറർ ഇമേജ്. മിറർ ഇമേജ് അതായത് മേലെ തന്നിരിക്കുന്ന ഇമേജിന്റെ ഫിഗറിന്റെ മിറർ ഇമേജ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ സി ആൻഡ് ഡി. വേറസ് ഓപ്ഷൻ ബി എങ്ങനെയാണ്, മിറർ ഇമേജ് ആണ് പക്ഷെ എന്താ, ഇൻവേർട്ടഡ് മിറർ ഇമേജ്. അതായത് ഇവിടെയാണ് ഡോട്ട് വരേണ്ടത് ആക്ച്വലി, ബട്ട് ഡോട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ക്ലിയർ അല്ലേ. സോ ഓപ്ഷൻ ബി ഈസ് ദ ഓഡ് വൺ ഔട്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ odd one out. Again odd one out ആണ് question. This is point. Okay, this is 22.22, right. So 2222 222.2 22.22 2.222 ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൽ ഓഡ് വൺ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ദാറ്റ് ഈസ് ഇതിലൊക്കെ ഡെസിമൽസ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ഓൾ ദ ഡെസിമൽസ് ഓഫ് എ ഫ്രാക്ഷൻ, വേറസ് 2222 ഹാവ് നോ ഡെസിമൽസ്. ഓക്കെ, അതൊരു ഇൻറ്റീജർ ആയിട്ടുള്ള ഒരു നമ്പർ ആണ്, അതായത് പോയിന്റ് ഒന്നും ഇല്ല. സോ ഡെസിമൽ അല്ല എന്ന് മനസ്സിലായി. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ സീരീസ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. Okay, so 2222 is a answer. Okay, so അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3, Pooja's age 4 years back and Deepa's age after 4 years are equal. The ratio of Pooja's age 4 years hence and Deepa's age 4 years before is 3:1. What is the ratio of their present ages? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഡാറ്റ എഴുതാം ആദ്യം. ഓക്കെ, സോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്, പൂജാസ് ഏജ് 4 years back and Deepa's age after 4 years are equal. Okay, so let us consider Pooja's age be P and Deepa's age be D. Okay, പൂജയുടെ ഏജ് P എന്നും ദീപയുടെ ഏജ് D എന്നും നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യും. ഓക്കെ, നമുക്ക് എന്താ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡാറ്റ, പൂജാസ് ഏജ് 4 years ബാക്ക്, അതായത് 4 വർഷം മുൻപ് ഉള്ള പൂജയുടെ ഏജ് ഈസ് ഈക്വൽ ടു
ദീപയുടെ ഏജിന്റെ കൂടെ 4 വർഷം ആഡ് ചെയ്താലുള്ള ഏജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൂജാസ് ഏജ് 4 years ബാക്ക്. ദാറ്റ് ഈസ് ഇപ്പോഴത്തെ ഏജ്, പ്രസന്റ് ഏജ് ആണിത്. പ്രസന്റ് ഏജ് ഓഫ് പൂജ ആൻഡ് ദീപയാണിത്. ഓക്കെ, സോ 4 വർഷം മുൻപുള്ള പൂജയുടെ ഏജ് എന്ന് പറയുമ്പോൾ P-4 എന്ന് എഴുതാം. ഓക്കെ, ദീപയുടെ ഏജ്, പ്രസന്റ് ഏജ് ഇതാണ്. 4 വർഷം കഴിഞ്ഞാൽ ദീപയ്ക്ക് എത്ര വയസ്സാവും? D+4. ഓക്കെ, ദീപയുടെ ഏജ്, പ്രസന്റ് ഏജ് +4 is equal to Deepa's age after 4 years. Okay, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്ത ഡാറ്റ ഇതാണ്. ഫസ്റ്റ് ഡാറ്റ. അടുത്ത ഡാറ്റ, ദ റേഷ്യോ ഓഫ് പൂജാസ് ഏജ് 4 years hence. 4 years hence എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്നാണ് അർത്ഥം. ഓക്കെ, സോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഹെൻസ് ഇസ് ഈക്വൽ ടു ആഫ്റ്റർ എന്നാണ് മീനിങ്. ഓക്കെ, സോ പൂജാസ് ഏജ് 4 years hence. പൂജാസ് ഏജ് 4 years hence and Deepa's age 4 years before is equal to 3:1 ratio തന്നിട്ടുണ്ട്. This is second data, equation number 2. Okay, so ദീപയുടെ വയസ്സ് 4 വർഷത്തിന് ശേഷം ഡിവൈഡഡ് ബൈ ദീപയുടെ വയസ്സ് 4 വർഷത്തിന് മുമ്പ് എന്നുള്ളതിലുള്ള റേഷ്യോ നമുക്ക് 3:1 തന്നിട്ടുണ്ട്. സോ നമ്മൾ അതേപോലെ എടുത്തെഴുതി. ക്ലിയർ അല്ലേ? സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ ഇക്വേഷൻ ഫോമാറ്റിൽ എഴുതാം. ദാറ്റ് ഇസ് P+4 is equal to ക്രോസ് multiplication ചെയ്യുക. That is equal to 3D minus 12. റൈറ്റ്? സോ ഇതേ ഫോമാറ്റിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഇത് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? ആക്ച്വലി നമുക്ക് സോൾവ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഓഫ് P ആൻഡ് D കിട്ടുന്ന പോലെ നമ്മൾ സോൾവ് ചെയ്യണം. ക്ലിയർ അല്ലേ? സോ ഈ ഇക്വേഷൻ Pന്റെയും Dന്റെയും ടേംസിൽ എങ്ങനെ എഴുതാം? P D സൈഡിൽ വരുമ്പോൾ P minus D is equal to -4. റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ 4 + 4 is equal to 8. This is equation number 3. ക്ലിയർ? സോ അതേപോലെ ഇതെങ്ങനെ എഴുതും? P minus 3D is equal to -12 plus -12 -4. -4 +4 ഈ സൈഡ് പോകുമ്പോൾ -4 ആവും അല്ലേ? സോ +3D ഈ സൈഡ് വരുമ്പോൾ -3D ആവും. സോ P minus 3D is equal to -12 -4 എന്താ? That is -16. So അതെവിടെ എഴുതാം? -16. This is equation number 4. So by solving equation 3 and 4 we will get the values for P and D. അതാണ് question അല്ലേ? What is the ratio of their present age? So present age P യും D യും ആണ്. സോ അത് കണ്ടുപിടിച്ച് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? P ക്യാൻസൽ ചെയ്യുക. D ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ Pയും Pയും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത് മൈനസ് ചെയ്യുക അല്ലേ? ഇക്വേഷൻ 3 and 4 ഫസ്റ്റ് മൈനസ് ചെയ്യുക. ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4 ചെയ്താൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? Dന്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ P minus P is 0. minus D minus 3D minus 1D minus 3D is minus 4D. Okay, 8 minus -16 is equal to minus 8 minus -16. Okay, so 8 plus 16 is equal to 24. So plus 24. Okay, so D in the value is 24 divided by 4 is, sorry, ഇവിടെ -4D അല്ല വരെ, ഒരു മിനിറ്റ്. സോ ഇവിടെ എന്താ ഇക്വേഷൻ? P minus D is equal to 8, equation number 3, and P minus 3D is equal to -16, equation number 4 അല്ലേ? സോ ഇത് മൈനസ് ആ ചെയ്യേണ്ടത്. equation number 3 minus equation number 4. so P minus P is 0. so അവിടെ 0 വന്നു. minus D minus -3D, that is equal to minus D plus 3D, that is equal to 2D. okay, so ഇവിടെ വരുന്നത് 2D ആണ്, -4D അല്ല, സോറി. minus D minus -3D is 2D. okay, so ഇത് ഓർത്ത് വെക്കുക. okay, 4D അല്ല 2D ആണ് വരുന്നത്. okay, that is equal to 8 minus -16, that is 8 plus 16 is equal to 24. clear? so നമുക്ക് D ന്റെ വാല്യൂ കിട്ടി, that is 24 divided by 2 is equal to 12. clear അല്ലേ? D ന്റെ വാല്യൂ കിട്ടി. so P ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ദാ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. okay, so P D ന്റെ വാല്യൂ -12 is equal to 8. so P is equal to 20. so P ന്റെ വാല്യൂ 20യും D ന്റെ വാല്യൂ 12ഉം കിട്ടി. സോ ഇനി റേഷ്യോ എന്താ? P is to D is equal to എന്താ? 20 is to 12. സോ ഇത്
4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കട്ടായി പോവും. സോ റേഷ്യോ ഈസ് 5:3. 5 into 4 is 20 and 3 into 4 is 12. So our ratio, final ratio is 5:3. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഉണ്ട് അല്ലേ? ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ, 5:3. ക്ലിയർ അല്ലേ? സോ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് 4 years back, 4 years hence, after 4 years, before 4 years എന്നുള്ള ടേം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഡാറ്റയ്ക്ക് അനുസരിച്ച് എഴുതി വെക്കുക. ദെൻ ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോ ഇവിടെ മൈനസ് ആൻഡ് പ്ലസ് വന്നുകൊണ്ടാണ് കൺഫ്യൂഷൻ ആയത്. സോ നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ ചെയ്യണം. ഇത് എഴുതിയിട്ട് തന്നെ കണ്ടുപിടിക്കുക. -3 എന്ന് എഴുതിയിട്ട് തന്നെ കണ്ടുപിടിച്ച് ആൻസറിലേക്ക് എത്തുക. ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Question number 4. So question number 4, if STINROKTI stands for clouds pour down. Okay. NROBSIMIT stands for down he goes. BSINROZPI stands for dies down he. Okay, so which word would mean goes എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഗോസിന്റെ കറസ്പോണ്ടിങ് വേർഡ് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? സോ ഡൗൺ ഹി ഗോസിൽ NROBSIMIT ഇതിൽ ഏതോ ഒരു വേർഡാണ് ഗോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, ആ കോഡ് ഏതാന്ന് കണ്ടുപിടിക്കണം. സോ ഗോസ് നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഡൗണും ഹീയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഡൗൺ ആൻഡ് ഹീ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗോസിന്റെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ നമുക്ക് പിന്നെ ഓപ്ഷനിലേക്ക് നോക്കുക കേട്ടോ. ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ NRO ഉണ്ട്, BSI ഉണ്ട്, MIT ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഓപ്ഷൻ. സി ഓപ്ഷനിൽ വരില്ല എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, സോ ഈ മൂന്നെണ്ണത്തിൽ ഏതാ ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? സോ അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈൻ നോക്കിയേ. ഡൗൺ ഹി ഗോസ്, ഡൈസ് ഡൗൺ ഹി. ഇതിൽ രണ്ടിലും ഡൗൺ ഹി ഉണ്ട്. ഓക്കെ, സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു വേർഡേ ഉള്ളൂ, ഗോസും ഡൈസും. ഓക്കെ, സോ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഡൗൺ ഹി രണ്ടിന്നും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ഉണ്ട്? NRO ഉണ്ട്, BSI ഉണ്ട്. ഓക്കെ, സോ ഇതിൽ രണ്ടിലും ഡൗൺ ഹി ഉണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് സീക്രട്ട് വേർഡും രണ്ട് ലൈനിലും ഉണ്ട്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ് ഇതിലുള്ളത്? MIT ആൻഡ് ZPI. സോ തേർഡ് ലൈനിൽ MIT സ്റ്റാൻഡ്സ് ഫോർ ഗോസ് ആൻഡ് ഫോർത്ത് ലൈനിൽ ZIP സ്റ്റാൻഡ്സ് ഫോർ ഡൈസ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ക്ലിയർ ആയി. MIT is goes. Okay, which word would mean goes എന്നാണ് ക്വസ്റ്റ്യൻ. സോ MIT is our correct answer. സോ MIT is our correct answer. ക്ലിയർ അല്ലേ? സോ വേഗം കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫോമാറ്റിൽ തന്നാൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. വേറെ ഇവരൊരു പാരഗ്രാഫ്, ഒരു ലൈൻ കണ്ടിന്യൂസ് ലൈനായിട്ട് തന്നത് കാരണം നമ്മൾ വേഗം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ we will get the answer soon. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 5, if 5#3 at 3 is equal to 12 and 7#2 to 4 is equal to 10, then what will be 2#9 at 5? ഓക്കെ, സോ നമുക്ക് ഇതിവിടെ അറ്റാണ് കേട്ടോ. ഇത് അറ്റാണ്. 7#2 at 4 ആണ്. ഓക്കെ, സോ നമുക്ക് ഹാഷിൻ്റെയും അറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ എന്താണ് ഹാഷിൻ്റെയും അറ്റിൻ്റെയും വാല്യൂ എന്ന് കണ്ടുപിടിക്കുക. സോ ഹാഷിന് നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ 5 into 3 സപ്പോസ് നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കുക. ഓക്കെ, 12 ആണ് വരുന്നത്. സോ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. സോ 5 into 3 is 15. ഓക്കെ, 15 at 3 is equal to 12. ഓക്കെ, അപ്പോൾ 15 minus 3 ആയിരിക്കണം 12. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് വൺ നമുക്ക് കിട്ടി. അതേപോലെ രണ്ടാമത്തെ കിട്ടുമോ നോക്കാം. ഹാഷിന് മൾട്ടിപ്ലിക്കേഷനും അറ്റിന് മൈനസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ 7 into 2 രണ്ടാമത്തെയാണ്. 7 into 2 is equal to 14. അറ്റിന് മൈനസ് ഇട്ട് കൊടുക്കാം. -4 is equal to 10. കിട്ടി. ഓക്കെ, സോ അതേ തന്നെ നമുക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഹാഷിന് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അറ്റിന് സബ്ട്രാക്ഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ 2 into 9
minus 5 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. So 9 into 2 is 18 minus 5 is 13. Okay, so option C is our correct answer. Clear അല്ലേ? Okay. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Question number 6. If in a certain language champion is coded as this one, how is negative coded in that code? Okay, so champion എന്നുള്ളതിനെ ഇവരെന്താ ചെയ്തിരിക്കുന്നത് നോക്കാം. HCMAIPNO എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? സോ CH ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്, AM ഇന്റർചേഞ്ച് ചെയ്തു, PI ഇന്റർചേഞ്ച് ചെയ്തു ആൻഡ് ON ഇന്റർചേഞ്ച് ചെയ്തു. സോ അതേപോലെ നെഗറ്റീവിനെ എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ. നെഗറ്റീവിനെ എങ്ങനെ എഴുതാം? ENAGITEV. ഓക്കെ, ജസ്റ്റ് ഈ രണ്ട് 1 2 ഇന്റർചേഞ്ച് ചെയ്തു, 3 4 5 6 7 8 ഇത് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇത് വരുന്നുണ്ടോ നോക്കുക. ENAGITEV. ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If play is coded as 8123, rhyme is coded as 49367, then how is mail coded എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പ്ലേയിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ്, പ്ലേ എന്നുള്ള ഓരോ ആൽഫബറ്റ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതുക. ഓക്കെ, സോ P is 16, L is 12, A is 1 and Y is 25. ഓക്കെ, അതേപോലെ ആറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ? 18, Hന് 8, Yന് 25, Mന് എന്താ? Mന് 13 ആൻഡ് Eന് 5. സോ ഇതിൽ നിന്ന് ഈ കോഡ് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് മെയിലിനുള്ള കറസ്പോണ്ടിങ് കോഡ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൽഫബറ്റ്സിനും അവർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ട്രഡീഷണൽ നമ്പേഴ്സ് അല്ല. അതായത് ഇപ്പൊ പ്ലേ എന്നുള്ള വേർഡിന് PLAY. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് അതിന് കൊടുക്കുന്ന കറസ്പോണ്ടിങ് നമ്പർ ഉണ്ട്. അതായത് 16, 12, 1 and 25. ഓക്കെ, അതേപോലെ റൈമിന് കൊടുക്കുന്ന കറസ്പോണ്ടിങ് നമ്പർ 8, 18, 25, 13 and 5. സോ ഇതല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അവർ തന്നെ ഒരു കറസ്പോണ്ടിങ് നമ്പർ അവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? അതായത് Pന് 8 എന്ന നമ്പർ, Lന് 1 എന്ന നമ്പർ, Aന് 2 എന്ന നമ്പർ, Yന് 3 എന്ന നമ്പർ കൊടുത്തിരിക്കുന്നു. ബിക്കോസ് ഇതെങ്ങനെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 16, 8, 12, 1, 1, 2, 25, 3 തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അതായത് ഒരു നമ്പർ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഇങ്ങനെ എന്ത് പാറ്റേൺ ചെയ്ത് നോക്കിയാലും 16 and 8, ഓക്കെ, 12 and 1, 1 and 2, 25 and 3 തമ്മിൽ ഒരു റിലേഷനും ഇല്ല. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അതായത് അവർ തന്നെ നമുക്കൊരു പാറ്റേൺ, അതായത് ആൽഫബറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ജനറേറ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കും. ക്ലിയർ അല്ലേ? അതായത് PLAYന് കറസ്പോണ്ടിങ് ട്രഡീഷണൽ ആൽഫബറ്റ്സ് നമ്മൾ കൊടുക്കേണ്ട, നമ്പേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് അവർ തന്നെ Pന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8, Lന് കറസ്പോണ്ടിങ് 1, Aന് കറസ്പോണ്ടിങ് 2 ആൻഡ് Yന് കറസ്പോണ്ടിങ് 3 കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കറസ്പോണ്ടിങ് ട്രഡീഷണൽ വാല്യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടും നമുക്ക് അതിന്റെ ആൻസർ ആ കോഡിലേക്ക് എത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവരിങ്ങനെ തരാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് വേർഡ് നമ്മളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് വേർഡും ഇത് നോക്കുക. അപ്പോൾ ഈ Y ഇവിടെ ഉണ്ട് അല്ലെ? പ്ലേയിലെ Y ഇവിടെയുണ്ട്. സോ അതിനെന്താ കൊടുത്തിരിക്കുന്നത് നോക്കുക. 3 ആ കൊടുത്തിരിക്കുന്നത്. 4 9 3 6 7. ഓക്കെ, സോ Yന് കറസ്പോണ്ടിങ് ആയിട്ട് 3 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സെയിം ആണ്. ദെൻ പിന്നെന്താ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? PLAY RHYME അല്ല, 3 മാത്രം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇനി തേർഡ് വേർഡ് നോക്കുക. തേർഡ് വേർഡ് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ 4ഉം ഈ 5 ലെറ്റേഴ്സിനുമുള്ള ലെറ്റേഴ്സ് ആയിരിക്കും നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ M ഉണ്ട്, റൈമിൽ M ഉണ്ട്, പ്ലേയിൽ A ഉണ്ട്, പ്ലേയിൽ L ഉണ്ട് ആൻഡ് E, റൈമിൽ E ഉണ്ട്. ക്ലിയർ അല്ലേ? സോ
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ആൻസർ കറക്റ്റ് ആണെങ്കിൽ അവർ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇതാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ആൽഫബറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ അല്ലാതെ അവർ തന്നെ ഒരു കോഡ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ആ കോഡിലുള്ള ലെറ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോഡിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചെയ്ത് നോക്കാം. ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് കൺഫേം ചെയ്യാം. ഓക്കെ. സോ എമ്മിന് എന്താ അവർ കൊടുത്തിരിക്കുന്നത്? 6 ആണ്. സോ 6. എന് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 2 ആണ്. എല്ലിന് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 1 ആണ്. ആൻഡ് ഇന് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ദാറ്റ് ഈസ് 7. സോ 6217 ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട്. 6217 is there in the option. So this question follows the coding method. ക്ലിയർ അല്ലേ? സോ അതായത് അവർ തന്നിരിക്കുന്ന കോഡ് അനുസരിച്ച് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള നിവൃത്തിയേ ഉള്ളൂ നമുക്ക്. അല്ലാതെ പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് ഒരു റിലേഷൻഷിപ്പും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്തത് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ റൈമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് കോഡിലുമായിട്ട് ഒരു റിലേഷനും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ആൻസറിന്റെ പോസിബിലിറ്റി ആണെന്ന് മനസ്സിലാവും. സോ ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. So question number 8, complete the series. So നമുക്കൊരു ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. 36, 33, 36, 12, 15 and 5. So ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ 33 minus 36 is 3. 36 minus 12 is 24. 12 minus 15 is 3 and 15 minus 5 is 5. So I mean 10. 15 minus 5 is 10. ഓക്കെ. സോ ഇവിടെ ഏത് റിലേഷനും ഇവിടെ ഫോളോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. ഓക്കെ. സോ ഇതല്ല നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ക്ലിയർ? സോ ഓൾട്ടർനേറ്റ് നമ്പർ എടുത്ത് നോക്കുക. ഓൾട്ടർനേറ്റ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് ചെയ്ത് നോക്കുക. സോ 33 minus 12 is 21. ഓക്കെ. 36 minus 15 is again 21 and 12 minus 5 is 7. ഓക്കെ. സോ ഓൾട്ടർനേറ്റ് നമ്പർ തമ്മിൽ ചെയ്ത് നോക്കുമ്പോൾ 21, അതായത് ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേം ചെയ്യുമ്പോൾ 21 കിട്ടുന്നുണ്ട്. തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം ചെയ്യുമ്പോൾ 7 കിട്ടുന്നുണ്ട്. ഓക്കെ. 7 is the difference. അതേപോലെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ടേം ചെയ്യുമ്പോൾ 21 കിട്ടുന്നുണ്ട്. സോ എഗെയിൻ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. ഫോർത്ത് ടേം ആൻഡ് സിക്സ്ത് ടേം തമ്മിൽ -7 ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് -7 ആയിരിക്കും ഫോർത്ത് ടേമും സിക്സ്ത് ടേമും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? 15 minus 7 ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 8 അല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അടുത്തടുത്തുള്ള നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് തമ്മിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ അപ്പം തന്നെ മനസ്സിലാവും. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി നമ്പേഴ്സ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് വെച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് 21, അതായത് ഡിഫറൻസ് ഇസ് 21, ഇതിന്റെ ഡിഫറൻസ് 7, ഇതിന്റെ ഡിഫറൻസ് 21, അടുത്തതിന്റെ ഡിഫറൻസ് മസ്റ്റ് ബി 7. ഓക്കെ. സോ നമുക്ക് ഫോർത്ത് നമ്പർ ഇസ് 15. സോ അതും സിക്സ്ത് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 7 ആയിരിക്കണം എന്ന് മനസ്സിലായി. സോ എന്ത് ചെയ്തു നമ്മൾ? 15 minus 7 എന്തായി? 8. സോ നമ്മുടെ ആറാമത്തെ നമ്പർ ഇസ് 8 എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. സോ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ 8. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Find the wrong number in the given series. ഓക്കെ. ഇതിൽ wrong number ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് 360, 120, 60, 20 and 11. ഇതിൽ ഏതോ ഒരു നമ്പർ റോങ് ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? സോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്ത് നോക്കാൻ പോകുന്നത് 360 ഡിവിഷൻ 120 ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 3 ഈസ് 120 ആണെന്ന് മനസ്സിലായി. ഓക്കെ. സോ 120യിൽ നിന്ന് 60 കിട്ടാൻ എന്ത് ചെയ്തിരിക്കുക അവർ? 120 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 60 കിട്ടും അല്ലേ? സോ ഇവിടെ 2 ചെയ്തു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. 360 ആദ്യം ഡിവൈഡഡ് ബൈ 3 ചെയ്തു, പിന്നെ 120 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. എഗെയിൻ 60 എന്ത് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 60 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് 20 കിട്ടുക
അല്ലേ? സോ എഗെയിൻ ഇവിടെ ഡിവിഷൻ 3 ആണ് ചെയ്തിരിക്കുന്നത്. സോ പാറ്റേൺ ഫോളോസ് ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ദെൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, സോ 20 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 10 ഷുഡ് ബി ദ ആൻസർ. വെറാസ് നമുക്ക് തന്നിരിക്കുന്ന പാറ്റേണിൽ 11 ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ റോങ് നമ്പർ വിൽ ബി 11. ഓക്കെ, 10 ആണ് വരേണ്ടത്. ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 ആണ് വരേണ്ടത്. വെറാസ് നമുക്ക് തന്നിരിക്കുന്നത് 11 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ റോങ് നമ്പർ കണ്ടുപിടിക്കലാണ്. അത് കാരണം നമ്മുടെ ആൻസർ വിൽ ബി ഓപ്ഷൻ എ 11. 11 ഈസ് ദ റോങ് നമ്പർ ഇൻ ദിസ് സീരീസ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഡിക്രീസ് ചെയ്ത് വരുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, മൈനസ് ചെയ്ത് പോകുമ്പോൾ ഇത്ര ഡിഫറൻസ് വരില്ല. സോ ഡിവിഷൻ ആണ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഡിവിഷൻ കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് മൈനസ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇവിടെ ഡിവിഷൻ കറക്റ്റ് ആയിട്ട് -3 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 എന്ന് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 10 ആണ് വരേണ്ടത്. പക്ഷെ 11 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. How many squares are there in the given figure? Okay. So അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ഡാഷ് ക്രോസ് ഡാഷ് സ്ക്വയർ ഏതാന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ ഡാഷിന്റെയും ഈ ഡാഷിന്റെ അവിടെ എന്ത് വരും ഈ സ്ക്വയറിന്റെ എന്ന് കണ്ടുപിടിക്കണം. അതായത് this is 1 2 3 4 5 1 2 3 4 5. So this is 5 cross 5 square. 5 cross 5 square. ക്ലിയർ അല്ലേ? സോ ഈ സ്ക്വയർ എന്ത് സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമുക്ക് നമ്പർ ചെയ്താൽ 1 2 3 4 5 ആൻഡ് 1 2 3 4 5 വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ക്രോസ് ഡാഷ് എന്നുള്ളത് ഫിൽ ചെയ്യാൻ പറ്റും. അതായത് 5 ക്രോസ് 5 എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ ഫിഗർ? ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ 1 സ്ക്വയർ ഈസ് 1 plus 2 square is 4 plus 3 square is 9 plus 4 square is 16 plus 5 square is 25. Okay, so 1 plus 4 plus 9 plus 16 plus 25. Okay, so in the answer 9 plus 1 is 10 10 plus 5 is 15 15 plus 6 plus 4 is 10. Okay, so 25. So 5 2 1 2 3 4 5. So 55 is our correct answer. Option D is our correct answer. Clear അല്ലേ? സോ ഇങ്ങനെ ഒരു വലിയൊരു സ്ക്വയർ അതിനുള്ളിൽ ചെറിയ ചെറിയ സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഏതാണ് സ്ക്വയർ പാറ്റേൺ എന്ന് കണ്ടുപിടിക്കുക. അതായത് ഡാഷ് ക്രോസ് ഡാഷ് കറസ്പോണ്ടിങ് ആയിട്ട് ഫിൽ ചെയ്യുക നമ്പേഴ്സ്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്പേഴ്സ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് നമ്പേഴ്സ് കിട്ടും. 5 ക്രോസ് 5 കിട്ടി. സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. സോ 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 55 കിട്ടി. സോ ഓപ്ഷൻ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. അതേപോലെ ഇപ്പോൾ ഇതിപ്പോൾ എന്താ ഇതിന്റെ ആൻസർ എന്താ? ഈ ഒരു സ്ക്വയർ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു സ്ക്വയറിൽ എത്ര നമ്പർ ഓഫ് സ്ക്വയർസ് ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതണം? 1 2 3 എഴുതണം. 1 2 3. സോ 3 ക്രോസ് 3 സ്ക്വയർ ആണിത്. Okay, so 1 square plus 2 square plus 3 square, that is 1 plus 4 plus 9 9 plus 1 10 14. So ഇങ്ങനെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വിൽ ബി 14. ക്ലിയർ അല്ലേ? അതേപോലെ 6 ക്രോസ് 6 7 ക്രോസ് 7. ഓക്കെ, സോ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ക്ലിയർ അല്ല? അല്ലാതെ ഓരോന്നായിട്ട് എണ്ണിക്കൊണ്ടിരുന്ന നമുക്ക് ആൻസർ കിട്ടാൻ പോണില്ല. സോ നമുക്ക് ഈ ഒരു മെത്തേഡ് ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. 5 ക്രോസ് 5 ആണെങ്കിൽ 5 വരെ സ്ക്വയർ ചെയ്ത് പോകണം. 4 ക്രോസ് 4 ആണെങ്കിൽ 4 വരെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്താൽ നമുക്ക് ആ കറസ്പോണ്ടിങ് 4 ക്രോസ് 4 സ്ക്വയറിന്റെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണിങ്ങിലെ 10 ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.